ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജവാഹർ ടണൽ കവിതയുടെ ബാക്കി ഭാഗം നോക്കാം. और संसार था ईर्ष्या से भरा हमारे प्रति, जबकि हम भाग रहे थे स्वर्ग से. भिंजी हथेलियों में जान थी हमारी, कमीज अंदर थे छिपाए चिनार के पत्ते, और जेबों में ठूंस भरी थी गांव की मिट्टी. जहाँ तक मेरी बात है, मैंने कमीज के अंदर खोस रखी थी ललद्यत की कविताएं, जिन्हें छू छू कर इस गीले और सघन अंधेरे में मैं हो रहा था तनिक तनिक जिंदा. अरे पगले, कौन मरेगा और मारेंगे किसको, कान में कह रही थी ललद्यत मुझसे. तय था कि हम भाग रहे थे और गढ़ी जा रही थी अफवाहें, सेंकी जा रही थी लोकतंत्र के तवे पर झूठ की रोटियां. ये मानवाधिकारों के दिन थे और हमारे नहीं थे मानवाधिकार. चुप थी भेड़े और यही था सद्भाव कसाई बाड़े का. और संसार था ईर्ष्या से भरा हमारे प्रति, जबकि हम भाग रहे थे स्वर्ग से. കവി പറയുന്നു, ലോകം മുഴുവൻ കശ്മീരികളെ ഓർത്ത് അസൂയാലുക്കളായിരുന്നു. കശ്മീർ ഭൂമിയിലെ സ്വർഗം എന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ വർഷം തോറും എത്തിച്ചേരുന്ന സ്ഥലമാണ്. എല്ലാവരും പോകാൻ കൊതിക്കുന്ന സ്ഥലമാണ് കശ്മീർ. അപ്പം ലോകം മുഴുവൻ കശ്മീരിനെ സ്വർഗം എന്ന് കരുതി, ഇത്രയും മനോഹരമായ സ്ഥലം എന്ന് കരുതി അവിടെ ജീവിക്കുന്ന ഞങ്ങളോട് അസൂയ പുലർത്തിയിരുന്നു. പക്ഷേ ജബ്കി ഹം ഭാഗ് രഹേ ഥേ സ്വർഗ് സേ, പക്ഷേ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? അത്തരത്തിലുള്ള ലോകം മുഴുവൻ അസൂയയോടെ കാണുന്ന ആ സ്വർഗത്തിൽ നിന്നും ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഭിഞ്ചി ഹഥേലിയോ മേ ജാൻ ഥി ഹമാരി, കമീസ് അന്തർ ഥേ छिपाए चिनार के पत्ते, और जेबों में ठूस भरी थी गाँव की मिट्टी. ഇങ്ങനെ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്ന വേളയിൽ മുറുകെ മടക്കി പിടിച്ച ഞങ്ങളുടെ കൈകളിൽ ഞങ്ങളുടെ സ്വന്തം ജീവനായിരുന്നു. അതേപോലെ തന്നെ വസ്ത്രങ്ങൾക്കുള്ളിൽ, ഷർട്ടുകൾക്കുള്ളിൽ ചിനാർ കെ പത്തെ, ചിനാർ പൈൻ മരത്തിൻ്റെയും പോപ്പുലർ മരത്തിൻ്റെയൊക്കെ ഇലകൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അവ കശ്മീരി ജനതയുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്, അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ധാരാളം പോപ്പുലർ മരങ്ങളും പൈൻ മരങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏരിയയാണ് ഈ കശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ഓടിപ്പോരുന്ന വേളയിൽ, രക്ഷപ്പെട്ടു പോരുന്ന വേളയിൽ അവർ തങ്ങളുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ അത്തരം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇലകളെയും കൂടി ഒളിപ്പിച്ചിരുന്നു. ഓർ ജേബോ മേ ഠൂസ് ഭരി ഥി ഗാവ് കി മിട്ടി, ഞങ്ങളുടെ പോക്കറ്റുകളിൽ, വസ്ത്രത്തിൻ്റെ പോക്കറ്റിനുള്ളിൽ എന്താണ്? ആ സ്ഥലത്ത് നിന്ന്, ഗ്രാമത്തിൽ നിന്നുമുള്ള മണ്ണ്, ഞങ്ങൾ ഇത്രയും കാലം ജനിച്ച് വളർന്ന് ജീവിച്ച മണ്ണും കൂടി പോക്കറ്റുകളിൽ കുത്തി നിറച്ചിരുന്നു. ജഹാ തക് മേരി ബാത് ഹെ, मैंने कमीज के अंदर खोस रखी थी ललद्यत की कविताएं, जिन्हें छू छू कर इस गीले और सघन अंधेरे में मैं हो रहा था तनिक तनिक जिंदा. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കവിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹം ഷർട്ടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്താണ്? ലലദ്യത് കി കവിതായെ, കശ്മീരിലെ ഒരു സന്ത് കവയിത്രി, അതായത് സന്യാസ കവയിത്രിയാണ് ലലദ്യത് എന്ന് പറയുന്നത്. അപ്പം അവരുടെ കവിതകളാണ് കവി തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്നത്. എന്തിന്? ജിനെ ഛൂ ഛൂ കർ ഇസ് ഗീലെ ഓർ സഘൻ അന്ധേരെ മേ ഹോ രഹാ ഥാ തനിക് തനിക് ജിന്ദ. ആ കവിതയെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ടു നോക്കും, സ്പർശിച്ചു നോക്കും. അതിലൂടെ ഈ ഈർപ്പം നിറഞ്ഞ, കുറ്റാക്കൂരി ഇരുട്ട് നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന ഒരു തോന്നലാണ് കവിയുടെ ഉള്ളിലേക്ക് വരുന്നത്. ആ കവിത, അല്ലെങ്കിൽ ആ കവിതയുടെ ഒരു സാന്നിധ്യം കവിക്ക് ജീവിച്ചിരിക്കാനുള്ള ഒരു ഊർജമാണ് പ്രദാനം ചെയ്തിരുന്നത്. അരേ പഗ്ലേ, കോൺ മറേഗ ഓർ മാരേങ്കെ കിസ്കോ, കാൻ മേ കഹ് രഹി ഥി ലലദ്യത് മുജ്സെ. അപ്പം ലലദ്യത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ വന്ന് ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നുമായിരുന്നു. കവി പറയുകയാണ്, ലലദ്യത് എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എടാ കിറുക്ക, ആരാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ ആരാരെയാണ് കൊല്ലാൻ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. അതായത് നിങ്ങളൊന്നും മരിക്കേണ്ടവരല്ല, നിങ്ങൾ രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോൾ എല്ലാ ശുഭപ്രതീക്ഷയോടും കൂടി ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ജീവിക്കാനുള്ള സകല ഊർജവും സംഭരിച്ചുകൊണ്ട് നിലകൊള്ളുക എന്ന്
ലളിത്യത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓർമ്മിപ്പിക്കുമായിരുന്നു. അതൊരു ജീവൻ, അല്ലെ പുതിയൊരു ചൈതന്യം, പുതിയൊരു ശക്തിയാണ് നമ്മുടെ കവിക്ക് പ്രദാനം ചെയ്തിരുന്നത്. തൈ था कि हम भाग रहे थे और गढ़ी जा रही थी अफवाहें, सेंकी जा रही थी लोकतंत्र के तवे पर झूठ की रोटियां. ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി ധാരാളം അപവാദങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു, ധാരാളം കെട്ടുകഥകൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരുന്നു. सेंकी जा रही थी लोकतंत्र के तवे पर झूठ की रोटियां. ഡെമോക്രസി ആകുന്ന, ജനാധിപത്യമാകുന്ന കല്ലിന്മേൽ കള്ളത്തിൻ്റെ റൊട്ടികൾ പാകം ചെയ്തുകൊണ്ടിരുന്നു. അതായത് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അതിനു വിരുദ്ധമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന വേളയിൽ ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങൾക്ക് മുൻപിൽ അത് ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവസാന ആശ്രയം എന്ന രീതിയിൽ രക്ഷപ്പെട്ട് ഓടുന്ന വേളയിലും ഒരുപാട് കെട്ടുകഥകളും അപവാദങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ കെട്ടിച്ചമച്ചുകൊണ്ട് മുന്നോട്ടുള്ള ഒരു ജീവിതത്തെ തന്നെ, ഭാവിയെ തന്നെ സംശയത്തിൻ്റെ മുനമ്പിൽ നിർത്തുകയാണ് എന്നാണ് കവി പറയുന്നത്. യേ മാനവാധികാരോं के दिन थे और हमारे नहीं थे मानवाधिकार, चुप थी भेड़े और यही था सद्भाव कसाई बाड़े का. യേ മാനവാധികാരോं के दिन थे, മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിക്കുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. അതായത് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി ഒരുപാട് പ്രസംഗങ്ങളും ലേഖനങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു, ധാരാളം ചർച്ചകൾ ഉണ്ടാവുന്നു. പക്ഷേ സത്യം എന്തെന്നാൽ ഞങ്ങൾക്ക് ഈ മനുഷ്യാവകാശം, അല്ലെ ഹ്യൂമൻ റൈറ്റ് ലഭ്യമായിട്ടില്ല. ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള മൗലിക അവകാശങ്ങൾ പോലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. ചുപ് ധീ ഭേടെ ഓർ യഹി ഥാ സദ്ഭാവ് കസായി ബാടേക. കൊല്ലാൻ കൊണ്ട് നിർത്തിയിരിക്കുന്ന ചെമ്മരിയാടുകൾ നിശബ്ദരായിരുന്നു. അപ്പോൾ ആ നിശബ്ദത മുതലെടുത്തുകൊണ്ടാണ് കശാപ്പുകാർ, അല്ലെ കശാപ്പ് ചെയ്യുന്ന ആ ഒരു സ്ഥലം അവയുടെ സദ്ഭാവം, പേര് നിലനിർത്തിയിരുന്നത്. കസായിബാട എന്ന് പറയുന്ന, കശാപ്പുശാല എന്ന് പറയുന്നത് മൃഗങ്ങളെ നിഷ്കരണം വെട്ടിക്കൊല്ലുന്ന സ്ഥലമാണ്. അപ്പം അവിടെ പക്ഷേ പ്രതികരിക്കുന്നില്ല മൃഗങ്ങൾ, അല്ലെങ്കിൽ ഈ ചെമ്മരിയാടുകൾ നിശബ്ദരാണ്, അവർ ഒച്ചയുണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് കസായിബാടയുടെ ആ ക്രൂരമുഖം പുറത്തേക്ക് അറിയാതിരുന്നത്. അപ്പോൾ ഇവിടെ കവി പറയുന്നത് കശ്മീരിലെ ഈ രക്ഷപ്പെട്ടു പോരുന്ന ജനതയും അങ്ങനെ തന്നെ നിശബ്ദരായിരുന്നത് കൊണ്ടാണ് അവരോട് ചെയ്ത ക്രൂരതയെക്കുറിച്ച് ചർച്ചകളൊന്നും തന്നെ ഉണ്ടാവാത്തത്. തീർത്തും മനുഷ്യാവകാശ ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ദിനങ്ങളിൽ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. പക്ഷേ അതിനെയൊക്കെ നിസാരവൽക്കരിച്ചുകൊണ്ട് ശേഷിക്കുന്ന സമൂഹം മുന്നോട്ട് പോകുന്നു എന്ന ഖേദകരമായ ഒരു കാര്യമാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പം ഹാസ്യരൂപേണ കവി തൻ്റെ പ്രതിഷേധമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്.